സെഹരിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർ വളരെ മനോഹരമായ രൂപത്തിൽ മൗലൂദ് സദസ്സിന് നേതൃത്വം നൽകി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരു സ്വാഗത പ്രഭാഷണത്തിന് മുതിരുന്നില്ല, കാരണം സമയം വൈകിക്കൊണ്ടാണ് തുടങ്ങിയത്. നമുക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം. ഒരു കാര്യം പറയാനുള്ളത്, പങ്കെടുത്ത മുഴുവൻ ആളുകളും ഭക്ഷണം കഴിക്കാതെ ആരും തന്നെ പോകരുത് എന്നും ഉണർത്തുകയാണ്. നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട CK കുഞ്ഞിത്തങ്ങൾ ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വരേണ്ടതുണ്ടോ, ഒഴിവാക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും എത്തണമെന്നുള്ളത്. മുനീർ ഹുദവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. കാരണം ഇവിടെ നിന്നാ വരുന്നത്, നാദാപുരത്തിൽ നിന്ന് ഇന്നലെ രാത്രി വയത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടുള്ള യാത്രയാണ്. ഉറങ്ങിയിട്ടില്ല എന്ന് മുഖത്ത് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു. ഏതായാലും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, നമുക്കറിയാം, വളാഞ്ചേരി പള്ളിയിൽ, ടൗൺ പള്ളിയിൽ, അവിടെ ഖതീബായിട്ടും ഒരുപാട് ആളുകൾക്ക് ദർസ് നടത്തിയും ബംഗാളികൾക്ക് പോലും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനും പ്രൗഢോജ്വല പ്രഭാഷകനാണ്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് എന്തായാലും എത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായ സമയത്ത് തന്നെ ഇവിടെ എത്തി. ഏതായാലും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മാളറ ജമിയത്തുൽ മുഅല്ലിമീന്റെ അജയ്യനായ പ്രസിഡന്റ്, ഒരുപാട് കാലം ഈ റേഞ്ചിൽ 10-35 വർഷക്കാലം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഹുസൈൻ ബാക്കവി ചാലക്കുടി അവറുകളാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത്. ഉസ്താദ് അവറുകളെ വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് SKMMന്റെ ജനറൽ സെക്രട്ടറി. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും തന്റെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഓരോ മഹലിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അബ്ദുൽ മജീദ് കാരൂരാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ. ഈ മഹത്തായ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സമസ്ത പ്രവാസി പ്രസിഡന്റും SVSന്റെ സമുന്നതനായ നേതാവുമായ ഡോക്ടർ CK കുഞ്ഞിത്തങ്ങളാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനാദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ യോഗത്തിൽ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത, ഇന്ന് യൂട്യൂബിലും മറ്റുള്ള മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ ശ്രവണസുന്ദരമായ പ്രഭാഷണങ്ങൾ നമ്മൾക്ക് ശ്രവിക്കുന്നവരാണ്. ഉസ്താദ് മുനീർ ഹുദവി വിളയിലാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനാദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഇലിയാസ് വൈസ്, ഏത് പരിപാടിക്കും വിളിച്ചാൽ എത്ര വലിയ തിരക്കാണ്. അദ്ദേഹത്തിന്റെ പള്ളിയിൽ മഹലിൽ നബിദിന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം 3 നിക്കാഹ് പള്ളിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ എറിഞ്ഞ് ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പോകുന്നത് എന്നോട് പറയാതെ പോയി. അദ്ദേഹം പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആശംസകൾ നൽകേണ്ടത് SKMMന്റെ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സാഹിബ് ചാലക്കുടിയാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ തന്റെ പിതാവ് സുഖമില്ലാതെ ICUയിൽ ആണ്, വളരെ പ്രയാസത്തിലാണ്. എല്ലാവരും ഹോസ്പിറ്റലാണ്. അദ്ദേഹം ഇന്നലെ രാത്രി വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചു, ഞാൻ പങ്കെടുക്കേണ്ടതുണ്ടോ, അർജന്റായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരക്കൂട്ടി. ഞാൻ പറഞ്ഞു, പരിപാടി തുടക്കം വെച്ചിട്ട് പോവാം, നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും. അദ്ദേഹത്തിന്റെ സഹോദരൻ, വിദേശത്തുള്ള സഹോദരനൊക്കെ നമുക്ക് വേണ്ടി സഹായം ചെയ്തവരാണ്. അദ്ദേഹത്തിനെയും അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും അവരുടെ രോഗങ്ങൾക്കുള്ള ഉത്തമമായ ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ പതാക ഉയർത്തൽ നടത്തി കാട്ടിക്കരക്കുന്ന മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാഹിബാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസ നടത്തുന്നത് ഈ മഹല്ലിന്റെ കാട്ടിക്കരക്കുന്ന മഹല്ലിന്റെ സെക്രട്ടറി ഹാഷിർ കാട്ടിക്കരക്കുന്നു.
ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ദിവസങ്ങളോളം അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ പോലും വകവെക്കാതെ ഇതിനു വേണ്ടി ഓടി നടന്ന വ്യക്തിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ പേരെടുത്ത് പറയേണ്ട ആളുകളുണ്ട്. നമ്മള് അഫ്സൽ ബീരാൻ തുടങ്ങിയ നാസിർക്ക തുടങ്ങിയ ഒരുപാട് ആളുകൾ, നമ്മൾ കാട്ടിക്കരക്കുന്നതിലുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക് വേണ്ടി സഹായിച്ചവരാണ്, സഹകരിച്ചവരാണ്, സാമ്പത്തികമായിട്ടും നൽകിയ ആളുകളാണ്. ചോദിക്കുന്നതൊക്കെ വലിയ രൂപത്തിൽ ഇതിലേക്ക് സംഭാവനകൾ ചെയ്തവരാണ്. അള്ളാഹു എല്ലാവരുടെയും സംഭാവനകൾ അറിയിക്കുന്ന രൂപത്തിലുള്ള പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ അധികം ഈ സ്റ്റേജ്, അതുപോലെ തന്നെ ഹോള്, മൈക്ക് സെറ്റൊക്കെ നമ്മൾ കാട്ടിക്കരക്കുന്ന മഹല്ല് കമ്മിറ്റിക്കാരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവരാണ് ഇതിനു വേണ്ടിയൊക്കെ സഹായിക്കുന്നത്. അള്ളാഹു അറിയിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാനേജ്മെന്റ് ഭാരവാഹികളും, പ്രിയപ്പെട്ട സദുസ്താദുമാർ, മൗലൂദിന് നേതൃത്വം കൊടുത്ത ഉസ്താദുമാർ, എല്ലാവരെയും വളരെ ബഹുമാനാദരവോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു എല്ലാവർക്കും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും ദീനിന്റെ ഖാദിമുകളായി മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിലേക്ക് വേണ്ടി സഹായിച്ചവര്, സഹകരിച്ചവര് എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. അതോടുകൂടെ സദുസ്താദുമാരോട്, കമ്മിറ്റി ഭാരവാഹികളോട് പറയാനുള്ളത്, നിങ്ങളോടൊക്കെ നമ്മൾ ചെറിയൊരു സഹായം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും നമ്മളെ ഷാവുൽ ഹമീദ് ഉസ്താദും എടയാറ്റൂരുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ഈ സംരംഭം വിജയിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഹുസൈൻ ബാഖി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഹുദവി ഉസ്താദ്, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി അവറുകൾ, അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളായ മഹൽ വ്യക്തികൾ, സദസ്സിലുള്ള ഉസ്താദന്മാരെ, ഉമറാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടലവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രവാചകന്റെ മദ്ഹുമായി ബന്ധപ്പെട്ട് ആണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് AD 642 വന്നിറങ്ങിയ വിളിപ്പാടകടെ കൊടുങ്ങല്ലൂരിൽ ഇപ്പോൾ നടന്നു പോയാൽ അവിടെ ചെന്ന് ലോറ് നിസ്കരിക്കാൻ പറ്റിയ നിലയിൽ ഏറ്റവും അടുത്ത സ്ഥലത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതവും പ്രഭവവും ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ബഹുമാനപ്പെട്ട തങ്ങളും മുഖ്യ പ്രഭാഷകരും ഒക്കെ നമ്മളോട് സംസാരിക്കാനിരിക്കുന്നത്. കൂടുതൽ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പ്രവാചകന്റെ പ്രകൃതം പിൻപറ്റിയ സഹാബത്ത് AD 642 കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും റോഡിൽ കൂടി നടക്കാമെങ്കിലും മനുഷ്യർ റോഡിൽ കൂടി നടക്കാൻ പറ്റിയാലായിരുന്ന ഒരു കാലഘട്ടത്തില് അങ്ങ് മദീനയിൽ, അങ്ങ് മക്കയില് ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രവും ശരീരത്തിൽ പരണ്ട ഒരു കറുത്ത ബിലാലിനെ അള്ളാഹുവിന്റെ റസൂല് മാറോട് ചേർത്ത് പിടിച്ചു. ആ പിടിച്ച് കണ്ട സഹാബത്തിന്റെ പാരമ്പര്യമുള്ള മാലിക് ബിൻ ദീനാറും സഹാബത്തും കൊടുങ്ങല്ലൂരിൽ പായ്ക്കപ്പലിറങ്ങി. അവിടും കാണിച്ചത് ഇത് തന്നെയാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലോ ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോർ, ഒട്ടേറെ ഹോജാതി കോമരങ്ങൾ. ആ സന്ദർഭത്തിലാണ് വെറും ഒരു നാണം മറയ്ക്കാനുള്ള ഒരു ചെറു വസ്ത്രം ഉടുത്തിക്കൊണ്ട് വന്നിരുന്ന ആൾക്കാരെ, ചുവപ്പ് കലർന്ന ശരീരമുള്ള, വെളുത്ത ശരീരമുള്ളവർ
ജനിച്ച മാതാവ് മാറോട് ചേർത്തതിന് ശേഷം അവരുടെ ജീവിതത്തിൽ മനുഷ്യനെ കണ്ടാൽ ഓടി മാറേണ്ട അവർ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചപ്പോൾ പണവും വാളും പെണ്ണും ഒന്നുമില്ലാതെ ഈ 197 ഐക്യരാഷ്ട്രസഭയിലുള്ള രാഷ്ട്രങ്ങളിൽ 54ഓളം രാഷ്ട്രങ്ങൾ ലോക അടിസ്ഥാനത്തിന് 2ാം സ്ഥാനമായി മതം വളർന്നു. വെറും 5 പേരെ കൊണ്ട് തുടങ്ങിയതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു അടിമയും ഒരു ബാലനും അവരെ കൊണ്ട് തുടങ്ങിയ ഈ മതം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ പോയതിന്റെ കാരണത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ അടുത്ത ദിവസം പത്രത്തിലൊക്കെ നമ്മളൊരു വാർത്ത കഴിഞ്ഞ വർഷം കണ്ടു. കോട്ടയ്ക്കലില് തിരുമാൻ വന്ന ഒരു അറബി, നമ്മളെ വാർത്ത, തിരുമാൻ വന്ന അറബി അസറിന് ശേഷം നടക്കാൻ ഇറങ്ങിയപ്പോൾ റോഡിൽ കിടന്ന കല്ലെടുത്ത് മാറ്റി. അയാൾ കുത്തിയിരുന്ന ആ കോട്ടൊക്കെ ഇട്ടിട്ട് എടുത്ത് മാറ്റി കളയുക. അതിന് പത്രക്കാർ അവിടെ തന്നെ ഒരാള് പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്താണെന്നാണ്, ഭ്രാന്ത് പിടിച്ച ആൾക്കാർ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ കൊണ്ട് വിശ്വസിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും താഴ്ന്ന പടി, ഞാൻ കടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഉപദ്രവകാരിയായ വല്ലതുമുണ്ടെങ്കിൽ എന്റെ കണ്ണിൽപ്പെട്ടു, പിറകെ വരുന്ന മനുഷ്യനോ മൃഗമോ അത് കൊണ്ടാൽ കാല് വേദനിക്കും, അതുകൊണ്ട് അത് നീക്കി ആ സ്വഭാവമുള്ള പ്രകൃതമുള്ളവർ വന്നപ്പോൾ ദീനിന് പ്രഭാവമുണ്ടായി. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും വളർച്ചയാണ്. ആ വളർച്ചയാണ് നമ്മളെയൊക്കെ ഇവിടെ എത്തിച്ചതും ഒക്കെ. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നാണ് എന്റെ ഒരു വീക്ഷണം. പ്രവാചകനെ സമൂഹത്തിന് പരാജയപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലും ഇതെല്ലാം നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തില് പ്രവാചകൻ മനസ്സിൽ കൂടിയിരുന്നാൽ പിന്നെ യാതൊന്നുമില്ല, വേറെ ഒന്നും അവിടെ കയറൂല, യാതൊന്നും കയറാൻ പോടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ സമൂഹത്തിന് നമ്മുടെ ഉസ്താദന്മാരും ഉലമാക്കളും ഉമറാക്കളും ആ രംഗത്തോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബുഹാരി തന്നെ തുടങ്ങിയപ്പോ പറഞ്ഞ ഖദ്ദിമു ഖുറൈശൻ എന്നാണല്ലോ. ഏത് യോഗത്തിനും ഏത് പരിപാടിക്കും ഒരു സയ്യിദ് നമുക്ക് ആവശ്യമാണ്. അത് പ്രവാചകന്റെ, അത് അവരെ പ്രവാചകനെ കണ്ടു പഠിച്ചവർ നമ്മുടെ ബുഹാരി ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശിനെ മുന്തിച്ചോ പ്രമുഖരായ ആൾക്കാരിൽ നിന്നും വിട്ടുകൊണ്ട് ഹദീസ് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ഈ സദസ് പ്രവാചകന്റെ പ്രഭവവും പ്രതാപവും ഒക്കെ പറയുന്ന ആ പാരമ്പര്യത്തിൽപ്പെട്ട ആ തങ്ങളെ കൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ എപ്പോഴും എന്നും പത്രത്തിൽ ഞാനിപ്പോ പറഞ്ഞ് കാണും, എന്നും മൂപ്പരെ കാണുകയും ചെയ്യും. അപ്പൊ അവനോട് ദുആ ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അതാണല്ലോ, നമ്മളൊക്കെ എല്ലാം മറന്നു പോകുന്നവരാ. അപ്പൊ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. കാണോ, നിങ്ങൾക്ക് എന്നെ കാണില്ലേ? നിങ്ങൾ സ്റ്റൂള് വെക്കേണ്ടി വരും. കാരണം എന്റെ പേരിനനുസരിച്ചിട്ട് തന്നെ, കുഞ്ഞിത്തങ്ങൾ എന്നുള്ള പേരിനനുസരിച്ചിട്ട് തന്നെ ഉയരം കുറവാണ്. പേര് പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹ് അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله العظيم. സ്റ്റേജിൽ ഉപവിഷ്ടരായ മാന്യ മഹത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, ഈ യോഗം നിയന്ത്രിക്കുന്ന അധ്യക്ഷൻ ഹുസൈൻ ബാക്കവി, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ, സ്വാഗതം ആശംസിച്ച മറ്റ് സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഒക്കെ നേതാക്കന്മാരെ, സദസ്സിൽ സന്നിഹിതരായ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനെ സ്വീകരിക്കാനും ഇഷ്ക് ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച് ജീവിതം ധന്യമാക്കാനും വേണ്ടി ഒത്തുകൂടിയ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഇവിടെ മാള റേഞ്ച് മദ്ഹുർ റസൂൽ കോൺഫറൻസ് 2024 എന്ന പേരിലുള്ള ഈ പ്രോഗ്രാം നേരത്തെ അഷ്കർ അലി ബദരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഞായറാഴ്ച ദിവസമാകുക കാരണം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്ര ഈ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് സമസ്തക്കും സമസ്തയുടെ പോഷക ഘടകങ്ങൾക്കുമൊക്കെ പ്രചോദനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ ഭാഗത്തുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഇത്തരം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനുള്ള ശേഷിയും ശേമുഷിയും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഏരിയയിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് നമ്മുടെ അധ്യക്ഷൻ. 35 കൊല്ലം ഈ പ്രദേശത്ത് ഈ റേഞ്ചിലൊക്കെ പ്രവർത്തിച്ച് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖാണ്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വം കൊടുക്കാനുള്ള പ്രാപ്തി റബ്ബ് തആല നൽകുമാറാകട്ടെ. അതുപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്ന് ഇസ്ലാമിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന അനുഗ്രഹീത പ്രഭാഷകൻ മുനീർ ഹുദവിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കേൾക്കുന്ന നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് 12 മണിക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുനീർ ഹുദവിയുടെ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന് അല്പം സമയം നീട്ടിവെക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയത്തെ ഞാൻ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഈ റബീഉൽ അവ്വലിൻ്റെ, അതായത് വസന്തത്തിൻ്റെ രാവുകൾ വരുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ആഹ്ലാദിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അച്ഛനുണ്ട്, ഒരു പാതിരി. ഞങ്ങൾ തമ്മിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഡിസംബർ എന്ന മാസം ഇല്ലായിരുന്നുവെങ്കിൽ, ഡിസംബർ 25 എന്ന് പറയുന്ന ഒരു തീയതി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉണ്ണി യേശുവിൻ്റെ, അഥവാ ഞങ്ങളുടെ കർത്താവിനെ സംബന്ധിച്ച് ഈ ലോകം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസം ഇല്ലായിരുന്നുവെങ്കിൽ, റബീഉൽ അവ്വൽ 12 എന്ന സുദിനം ഇല്ലായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ കീഴ്ഘടകമായ ജമിയത്തുൽ മുഅല്ലിമീൻ, അവർ പഠിപ്പിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, മദ്രസ പ്രസ്ഥാനം, ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇന്ന് ലോകം തന്നെ മുസ്തഫായ നബിയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. കാരണം
ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ അതിനെ ഒരു ആനന്ദോത്സവമാക്കി മാറ്റുന്നത് നമ്മുടെ സംഘടനയും പ്രസ്ഥാനവുമാണ്. മുമ്പൊക്കെ GCCയിൽ പബ്ലിക് ഹോളിഡേ ഉണ്ടായിരുന്നില്ല. ഇന്ന് റബീഉൽ അവ്വൽ വരുമ്പോൾ 12 വരുമ്പോഴൊക്കെ മീലാദുൻ നബി എന്ന പേരിൽ ഹോളിഡേ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇതിന് ഒരു രൂപവും ഭാവവും നൽകി റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾക്ക്, പ്രത്യേകിച്ച് സമസ്തയുടെ മക്കൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്ന് ലോകം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മൗലിദുകളും മദ്ഹ് റസൂൽ പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിന് കൊടുക്കുന്ന ആ പ്രാധാന്യവും ഭക്തിയും, ഉണ്ണിയേശുവിന് അവർ കൊടുക്കുന്ന വേറൊരു പ്രാധാന്യമുണ്ട്, അത് നമുക്ക് അനുവദനീയമല്ലല്ലോ. പക്ഷെ അവരുടെ ആ പ്രവാചകനോടുള്ള ആ ഭക്തിയുണ്ട്. ഭക്തി നിർഭരമായ ഹൃദയത്തോടും പുളകാത്മമായ വികാരത്തോടും കൂടി നമ്മൾ ഈ പ്രവാചക മാസത്തെ, മുസ്തഫായ നബിയുടെ ഈ വസന്ത സുദിനങ്ങളെ നമുക്ക് വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കേണ്ടതുണ്ട്. അവർ വരെ വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വ യൗമ അമൂത്തു വ യൗമ ഉബഅസു ഹയ്യ എന്ന ഖുർആനിലെ ആയത്തെടുത്ത് ഓതിക്കൊണ്ടാണ് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനത്തെ സംബന്ധിച്ച് ഖുർആൻ തന്നെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞവർ ആഘോഷിക്കാറുണ്ട്. നമ്മളിപ്പോഴും തെളിവന്വേഷിച്ച് ഇങ്ങനെ നടക്കുക, ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. അവര് ആ ഭക്തി അവരിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മഹാനായ ഈസാ നബിയുടെ ജനനവും അത്ഭുത സംഭവങ്ങളെയും വിവരിച്ചുകൊണ്ടാണ്. അതിനേക്കാൾ മഹത്തരമായി മുസ്തഫായ നബിയുടെ ജന്മത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ നോക്ക്, റജബ് മുതൽ റബീഉൽ അവ്വൽ വരെ 9 മാസവും 9 ദിവസവും മഹദി ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്തഫായ നബിയെ ഗർഭം ചുമന്നു മുതൽ 9 മാസം വരെ ഉണ്ടായ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോഴാണ് നമുക്ക് മുസ്തഫായ നബിയുടെ ജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് സാധാരണ ഒരു സ്ത്രീ ഗർഭിണിയായ അന്ന് മുതൽ പ്രസവിക്കുന്നത് വരെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആത്മീയമായും ഒക്കെ അവർ ടെൻഷനിലാണ്, ഡിപ്രഷനിലാണ്. കാരണം ഒരു ഗർഭം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ്. ആ ഗർഭത്തെ ഇന്ന് കൊണ്ടുപോയി രോഗമാക്കി മാറ്റി, ഗർഭിണിയെ രോഗിയാക്കി മാറ്റി. ഇവിടെ മഹദി ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭധാരണത്തെക്കുറിച്ചും തുടർന്ന് പ്രസവിക്കുന്നത് വരെയുള്ള സംഭവങ്ങളെക്കുറിച്ചും ഓരോ മാസവും അതിൻ്റെ ഓരോ സ്പിരിച്വൽ മെസ്സേജുകൾ വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ ജന്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഒരു ഗർഭിണിയായ സ്ത്രീ ചെന്നാൽ പ്രസവിക്കുന്നത് വരെയും പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷവും അവരെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിൽ നിന്ന് ലഭിക്കുക. എത്ര തരത്തിലുള്ള സ്കാനിംഗ് ആണ് എടുപ്പിക്കുക, എത്ര തരത്തിലുള്ള ടെസ്റ്റുകളാണ് എടുപ്പിക്കുക, എത്ര തരത്തിലുള്ള നെഗറ്റീവ് മെസ്സേജുകളാണ് അവർക്ക് കൊടുക്കുക. പക്ഷെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആ റജബ് മാസത്തിൽ കിട്ടിയ മെസ്സേജ്, ഓരോ മാസത്തിലും ആനന്ദം പൂകിയ റജബിലാണ് ആമിന ബീബി മുസ്തഫായ നബിയെ ഗർഭം ധരിക്കുന്നത്. ആ ഗർഭം ധരിച്ച് തൊട്ടടുത്ത ശഅബാൻ മാസം വന്നപ്പോഴാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആഗ്രഹം പൂർത്തിയാവുകയാണ് എന്ന സന്തോഷ വാർത്ത. എല്ലാ അഴുക്കുകളിൽ നിന്നും മ്ലേച്ഛങ്ങളിൽ നിന്നും ശുദ്ധമായ മഹാനെയാണ്
നീ ഗർഭം ധരിക്കുന്നത് എന്ന് റമദാനിൽ അവരോട് പറയപ്പെടുകയാണ്. ശവ്വാൽ മാസമാവുമ്പോഴേക്കും മലക്കുകൾ വന്നിട്ട് ആശംസ നേരുകയാണ്. ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന ആശംസ. ദുൽഖഅദ് മാസം വന്നപ്പോൾ മഹാനായ ഇബ്രാഹിം നബിയെ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ പ്രശോഭിതനും വഖാറുമുള്ള ഉന്നതനായ ആളെയാണ് നീ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന മെസ്സേജ് കേൾക്കുകയാണ്. ദുൽഹിജ്ജ വന്നപ്പോൾ മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വന്ന് സ്ഥാനവും മഹത്വവും ഒക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. മുഹറം മാസം എത്തിയപ്പോൾ ജിബ്രീൽ വിളിച്ചു പറയുകയാണ് പ്രസവമെടുത്ത സന്തോഷത്തെക്കുറിച്ച്. സഫർ മാസം എത്തിയപ്പോൾ മലക്കുകൾ വീട്ടിൽ വന്ന് അണിയായി നിരന്നു നിൽക്കുകയാണ്. ഭയങ്കര ഒരു പ്രൊട്ടക്ഷനായിരുന്നത്. സത്യത്തിൽ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രസവം ഒരു സ്പിരിച്വൽ ഡെലിവറി ആയിരുന്നു. ഒരു ഫിസിക്കൽ ഡെലിവറിക്ക് ഷിഫ എന്ന ആ മിഡ്വൈഫിനെ, നഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ചെങ്കിലും സ്വർഗീയ ലോകത്ത് നിന്ന് പ്രഗത്ഭമതികളായ 2 ഗൈനക്കോളജിസ്റ്റുകളാണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കിലേക്ക് വന്നത്. പ്രഗത്ഭമതികളായ 2 സ്വർഗീയ ഗൈനക്കോളജിസ്റ്റുകൾ. അത് ഒന്ന് ഇമ്രാന്റെ മകൾ മറിയം ബീവിയും മറ്റൊന്ന് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് സ്പിരിച്വൽ ഡെലിവറിയെക്കുറിച്ച് നല്ല ട്രെയിനിങ് ഉണ്ടായിരുന്നു. പ്രസവ സമയത്ത് പ്രസവ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഡ്യൂഷൻ, അവർക്ക് കിട്ടിയ ഇൽഹാം, വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖലത്തി തുസാഖിതു അലൈകി റുതബൻ ജനിയ, ആ ഉണങ്ങി നിൽക്കുന്ന ആ ഈത്തപ്പന മരം അരികിലേക്ക് പിടിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത്. അത് പിടിച്ച് കുലുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കുലുക്കിക്കഴിഞ്ഞാൽ റുതബൻ ജനിയ, നല്ല പഴുത്ത ഈത്തപ്പഴം നിനക്ക് ലഭിക്കും, അത് ഭക്ഷിക്കാനാണ് പറഞ്ഞത്. ഒരു സ്പിരിച്വൽ ഡെലിവറിയുടെ പ്രതീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് അനുഭവമുള്ള 2 സ്വർഗീയ ഗൈനക്കോളജിസ്റ്റുകൾ വന്നുകൊണ്ടാണ് മുസ്തഫ നബിയുടെ പ്രസവമെടുക്കാൻ വേണ്ടി വന്നത്. റബീഉൽ അവ്വൽ ആയപ്പോഴേക്കും ആകാശവും ഭൂമിയും പ്രകാശപൂരിതമായി, കഅബയും സഫാ കുന്നും മിന്നിത്തിളങ്ങി. ഞാൻ പറഞ്ഞു വന്നത് റജബിൽ തുടങ്ങി റബീഉൽ അവ്വൽ വരെയുള്ള 9 മാസത്തിലും ആനന്ദോത്സവത്തിന്റെ മെസ്സേജ് അനുഭവിച്ചുകൊണ്ട് മഹദി ആമിന ബീവി ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. ആ ജന്മം വന്ന ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ എടുത്ത് കഅബയിലേക്ക് കൊണ്ടുപോയി വലിയ ഒരു മൗലിദാണ് അവിടെ നടത്തിയത്. മൗലിദിന് അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഒന്നാമത്തെ മൗലിദ് അവിടെ നിന്നാണ് തുടങ്ങിയത്. പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്ത് ദുശ്ശക്തികളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തത് അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഉലാമ ത്വയ്യിബൽ അർദാനി ഫസാദ ഫിൽ മഹ്ദി അലൽ ഇൽമാനി ഉഈദുഹു ബിൽ ബൈത്തിൽ അർകാനി ഉഈദുഹു മിൻ ശർരി ദി ശൻആനി മിൻ ഹാസിദിൽ മുൽതരിബിൽ ഐനാനി. വിശുദ്ധനായ ഈ കുഞ്ഞിനെ എനിക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. തൊട്ടിലിൽ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നേതാവായ സന്താനം. വിശുദ്ധ തൂണുകളുള്ള കഅബ ഷരീഫിൽ അതിൻ്റെ ആ തൂണുകളെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ കാവൽ തേടുന്നു. എല്ലാ ദുശ്ശക്തികളുടെ തിന്മയിൽ നിന്നും എല്ലാ കള്ളനോട്ടക്കാരായ അസൂയാലുക്കളിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആദ്യത്തെ മൗലിദ് ചൊല്ലിയത് അബ്ദുൽ മുത്തലിബ് എന്നവരാണ്. ഇതിനേക്കാൾ കൂടുതൽ തെളിവൊന്നും ആരും ചോദിച്ചു നടക്കണ്ട. അതിനുശേഷം വന്ന തലാഉൽ ബദറു, അത് മറ്റൊരു മൗലിദാണ്, മറ്റൊരു പ്രകീർത്തനമാണ്.
ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും തെളിവന്വേഷിച്ച് നടക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഇവർ ഈ തെളിവന്വേഷിച്ച് നടക്കുന്നത്? ഇവർക്ക് നബിയെ അറിയുകയില്ല. നബിയെ ഇവർക്ക് അറിയുകയില്ല. ആരാണ് നബി എന്ന് ഇവർക്ക് അറിയുകയില്ല. ചരിത്രകാരന്മാർക്കൊന്നും നബിയെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുസ്തഫായ നബിയെ അറിയണമെങ്കിൽ അറിഞ്ഞവരെ അറിയുക, നബിയെ അറിഞ്ഞവരെ അറിയണം. ഇവിടെ ചരിത്ര ദാർശനിക ചിന്തകന്മാരൊക്കെ ആയ ഇബ്നു ഹിഷാമിനും ഇബ്നു ഇസ്ഹാഖിനും ഹുസൈൻ ഹൈക്കലിനും ഇബ്നു ഖൽദൂം എന്ന ചരിത്ര ദാർശനികനുമൊക്കെ ചരിത്രപരമായ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. നബിയെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. നബിയെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നൂറാനിയത്തിനെ ആത്മാവ് കൊണ്ട് കണ്ടറിഞ്ഞ ജ്ഞാനികളുണ്ട്. ഇബ്നു അറബിയെ പോലെ, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പോലെ, മൻസൂർ ഹല്ലാജിനെ പോലെ, ജലാലുദ്ദീൻ റൂമിയെ പോലെ, ഇമാം ബൂസിരിയെ പോലെ, വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെ ഇവരാണ് ആ നൂറാനിയത്തിനെ ആത്മാവ് കൊണ്ടറിഞ്ഞ ജ്ഞാനികൾ. അവർ വെറും ജ്ഞാനികൾ മാത്രമായിരുന്നില്ല, അതീന്ദ്രിയ ജ്ഞാനികളും കൂടിയായി. അവർക്കാണ് മുസ്തഫായ നബി ആരാണെന്ന് അറിയുക. അതുകൊണ്ട് നമുക്ക് നബിയെ അറിയണമെങ്കിൽ അറിഞ്ഞവരെ അറിയണം. എങ്കിലേ നമ്മുടെ നേതാവ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നബിയെ അറിയുക, അതാണ്. അവിടെയാണ് ആ പ്രകൃതവും പ്രഭാവവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിഞ്ഞവരെ അറിയാനുള്ള ശ്രമം നടത്തലാണ് നമ്മുടെ ഈ സംഘടനകളൊക്കെ ചെയ്യുന്നത്. മറ്റവർക്ക് അറിഞ്ഞവർ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ലാത്തത് കൊണ്ട് അവർക്ക് ഡയറക്റ്റായിട്ട് നബിയെ ഒന്നും അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇന്നും കൊല്ലങ്ങളോളമായിട്ട് തെളിവുകൾ അന്വേഷിച്ച് ഈ സമൂഹത്തെ വെറുതെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരം ആളുകളുടെ പ്രചരണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുമില്ല. മാത്രമല്ല, ദീർഘയാത്ര കഴിഞ്ഞ് വന്ന ഒരു അനുഗ്രഹീത പ്രഭാഷകനാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും 12 മണിക്ക് അവസാനിക്കുന്നതാണ് ഞാൻ മാറ്റിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസംഗം ശ്രവിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ നാമത്തിൽ ഈ മഹത്തായ സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും